Good morning, children. Welcome back to our science class. The last class we already discussed about movement of air, sea breeze and land breeze, changing of form of water also. Today we are going to study about rain, dew, fog, snow, hail, water pollution and purification, handling water also. Okay, all of you take page number 176 in your textbook. Okay, take fast. Okay, are you ready? Okay, first one, rain. Rain. Water from seas, oceans, rivers and lakes evaporates due to the heat from the sun. As the water vapor rises up, it condenses and changes into tiny droplets of water. These droplets join to form clouds. More and more droplets collect in the clouds and join to form from bigger droplets. When these droplets become heavy, they fall as rain. The process of changing of water into water vapor and back to water is a continuous process in nature and takes place in a cyclic manner. This is called the water cycle. Okay, മഴയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. കടലിലും സമുദ്രങ്ങളിലും നദികളിലും തടാകങ്ങളിലും കുളങ്ങളിലും ഒക്കെയുള്ള വെള്ളം സൂര്യൻ്റെ ചൂടേറ്റ് വാട്ടർ വേപ്പറായിട്ട് നീരാവിയായിട്ട് മുകളിലേക്ക് പൊങ്ങിപ്പോകുന്നു. അങ്ങനെ മുകളിലേക്ക് നീരാവിയായി പൊങ്ങിപ്പോകുന്ന ഈ വെള്ളം, ഈ നീരാവി മുകളിലെത്തിക്കഴിയുമ്പോൾ കുറച്ച് തണുത്ത് ചെറിയ വെള്ളത്തുള്ളികളായിട്ട് മാറും. ഈ വെള്ളത്തുള്ളികളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് മേഘങ്ങളാവും. ഓക്കെ, ലിറ്റിൽ ഡ്രോപ്ലെറ്റ്സ് ഒന്നിച്ച് ചേർന്ന് മേഘങ്ങളായി മാറും. അങ്ങനെ ധാരാളം മോർ ആൻഡ് മോർ ലിറ്റിൽ ഡ്രോപ്സ് ഒരുമിച്ച് ചേർന്ന് വലിയ മേഘമായി മാറുകയും ഈ ലിറ്റിൽ ഡ്രോപ്സ് എല്ലാം ബിഗ് ഡ്രോപ്പ് ഓഫ് വാട്ടറായി മാറുകയും അത് ഹെവി ആയി കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും വെള്ളമായി മഴയായി ഭൂമിയിലേക്ക് തന്നെ പെയ്യുകയും ചെയ്യും. ഈ ഭൂമിയിലേക്ക് പെയ്യുന്ന ഈ മഴവെള്ളം വീണ്ടും കടലുകളിലും സമുദ്രങ്ങളിലും തടാകങ്ങളിലും കുളങ്ങളിലും പുഴകളിലും എല്ലാം ചെന്ന് ചേരുകയും വീണ്ടും അവിടെ വെച്ച് സൂര്യൻ്റെ ചൂടേറ്റ് ഈ വെള്ളത്തുള്ളികൾ നീരാവിയായിട്ട് മുകളിലേക്ക് പൊങ്ങിപ്പോകും. ഓക്കെ, വാട്ടർ വേപ്പർ ബാഷ്പീകരിച്ച് നീരാവിയായിട്ട് മുകളിലേക്ക് പൊങ്ങിപ്പോവുകയും മുകളിൽ ചെന്ന് ചേഞ്ച് ചെയ്ത്, അതായത് ഘനീഭവിച്ച് ചെറിയ വെള്ളത്തുള്ളികളായി മാറുകയും ഈ വെള്ളത്തുള്ളികളെല്ലാം ഒരുമിച്ച് ചേർന്ന് വീണ്ടും മേഘങ്ങളാവുകയും കൂടുതൽ വെള്ളത്തുള്ളികൾ വീണ്ടും ഈ മേഘങ്ങളിലേക്ക് ചേർക്കപ്പെടുകയും ഈ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടേഴ്സ് വലിയ വെള്ളം ആയി മാറി വലിയ വെള്ളത്തുള്ളികളായിട്ട് മാറുകയും അത് ഹെവി ആയി കഴിയുമ്പോൾ വീണ്ടും മഴയായിട്ട് ഭൂമിയിലേക്ക് തന്നെ പെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു സൈക്ലിംഗ് ആയിട്ട് ഒരു
സൈക്കിൾ ഒരു റൗണ്ടായിട്ട്, അതായത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണിത്. അതുകൊണ്ട് ഇതിന് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നു. ഓക്കെ, ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ് ബുക്ക്. ടു യു സീ വാട്ടർ വേപ്പർ റൈസസ്? സൂര്യപ്രകാശത്തിൻ്റെ ചൂട് കാരണം, സൂര്യൻ്റെ ചൂട് കാരണം ഈ സമുദ്രങ്ങളിലോ റിവേഴ്സിലോ സീസ് കടലുകളിലോ എവിടെയോ ഉള്ള വെള്ളം സൂര്യൻ്റെ ചൂട് കാരണം മുകളിലേക്ക് പൊങ്ങും. നീരാവിയായിട്ട് പോയിട്ട് മുകളിലെത്തിക്കഴിയുമ്പോൾ ഈ നീരാവി ചെറിയ വെള്ളത്തുള്ളികളായിട്ട് മാറും. ഇങ്ങനെ പോകുന്ന ഈ നീരാവി ചെറിയ വെള്ളത്തുള്ളികളായിട്ട് മാറി ഈ ധാരാളം ചെറിയ വെള്ളത്തുള്ളികൾ ഒത്തുചേർന്ന് ഒരു മേഘമായി മാറും. ഈ മേഘം, ഈ ചെറിയ വെള്ളത്തുള്ളികളെല്ലാം ചേർന്ന് നിൽക്കുന്ന ഈ മേഘം ഹെവി ആയി കഴിയുമ്പോൾ, കനം കൂടിക്കഴിയുമ്പോൾ അത് മഴയായിട്ട് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ പതിക്കും. കണ്ടോ? പിന്നെ നീരാവിയായിട്ട് മുകളിലേക്ക് പോവും, മേഘമായിട്ട് മാറും, പിന്നെ മഴയായിട്ട് പെയ്യും, പിന്നെ നീരാവിയായിട്ട് പോവും. അങ്ങനെ ഒരു റൗണ്ട് സൈക്ലിംഗ്, അല്ലേ? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണിത്. അപ്പോൾ ഇതിനെയാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ ഡസ് നോട്ട് ഇവാപ്പറേറ്റ് ഓൺലി ഫ്രം സീസ്, ഓഷ്യൻസ്, ലേക്സ് ആൻഡ് റിവേഴ്സ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൾസോ ഗിവ് ഔട്ട് വാട്ടർ വേപ്പർ. ഇനി വാട്ടർ വേപ്പർ, നീരാവിയായി വെള്ളം മുകളിലേക്ക് പോകുന്നത് ഈ കടലിൽ നിന്നും സമുദ്രങ്ങളിൽ നിന്നും നദികളിൽ നിന്നും പോണ്ട്സ്, ലേക്സ്, ഇതിൽ നിന്നുള്ള വെള്ളം മാത്രമല്ല ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോവുക. പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും ഒക്കെയുള്ള വെള്ളവും ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഡ്യൂ, മഞ്ഞ്. Sometimes on cooler nights, water vapor condenses on things on the ground such as flowers, leaves, and vehicles parked in the open. These drops of water are called dew. On very cold nights, dew freezes to become frost. ഇനി ഡ്യൂ ആണ്, മഞ്ഞ് കേട്ടോ. ദെൻ കൂളർ നൈറ്റ്സിൽ, തണുപ്പുള്ള രാത്രികളിൽ ഈ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത്, വാട്ടർ വേപ്പർ അതായത് നീരാവി, അല്ലേ? നീരാവി എന്തായി തീരും? ഈ നമ്മുടെ ഗ്രൗണ്ടിനോട് ചേർന്ന് നിൽക്കുകയും പൂക്കളിലും ഇലകളിലും ഓപ്പൺ പ്ലേസസിൽ നിർത്തിയിട്ടിരിക്കുന്ന, ഗ്രൗണ്ടുകളിൽ ഓപ്പൺ പ്ലേസസിലൊക്കെ നിർത്തിയിരിക്കുന്ന വെഹിക്കിൾസിലൊക്കെ വന്ന് വീഴും. ഓക്കെ, മഞ്ഞിൻ്റെ രൂപത്തിൽ, അതായത് വെള്ളത്തുള്ളികളുടെ രൂപത്തിൽ. നിങ്ങൾ കണ്ടിട്ടില്ലേ? തണുപ്പുള്ള കാലത്ത് പൂക്കളിലും ഇലകളിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അത് തന്നെ. ദെൻ ഇതിനെയാണ് എന്തു പറയുക? ഡ്യൂ എന്ന് പറയുക. ഓക്കെ, ഓൺ വെരി കോൾഡ് നൈറ്റ്സ് ഡ്യൂ ഫ്രീസസ് ടു ബിക്കം ഫ്രോസ്റ്റ്. ഇനി നല്ല തണുപ്പുള്ള രാത്രികളിലാണെങ്കിൽ ഈ മഞ്ഞ് തുള്ളികൾ എന്തായിത്തീരും? തണുത്ത് ചെറിയ ഐസ് ആയിട്ട് തീരാറുണ്ട്, ഫ്രോസൺ സ്റ്റേജിലെത്താറുണ്ട്. ഇതിനെയാണ് ഫ്രോസ്റ്റ് എന്ന് പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഫോഗ് മൂടൽ മഞ്ഞാണ് കേട്ടോ. ഓൺ വിൻ്റർ മോർണിംഗ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ condenses very closer to the ground. This forms a dense layer of clouds close to the surface of the earth. This is called fog. Very thin fog is called mist. മൂടൽ മഞ്ഞ് വിൻ്റർ മോർണിംഗിൽ, നല്ല തണുപ്പുള്ള മോർണിംഗിൽ വാട്ടർ വേപ്പർ നീരാവി ഈ അറ്റ്മോസ്ഫിയർ, നമ്മുടെ അന്തരീക്ഷത്തോട് ചേർന്ന് നിൽക്കുകയും അത് ആ നീരാവി തണുത്ത
ഈ നീരാവി ഗ്രൗണ്ടിനോട് ചേർന്ന് നിൽക്കുകയും ഒരു ലെയറായിട്ട്, ഡെൻസ് ലെയറായിട്ട്, ഇങ്ങനെ കട്ടിയുള്ള ഇടതൂർന്ന ലെയറായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു സർഫേസ് ഓഫ് ദി എർത്ത്. ദിസ് ഈസ് കോൾഡ് ഫോഗ്. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു വെഹിക്കിളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ തണുപ്പുള്ള നല്ല തണുത്ത മോർണിംഗിലൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ മൂടൽമഞ്ഞ് കാണും. നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് അപ്പുറത്തോട്ട് നോക്കിയാൽ അധികം അങ്ങോട്ട് തെളിഞ്ഞ് കാണാൻ പറ്റുന്ന രീതിയിൽ മൂടിക്കിടക്കുന്ന മഞ്ഞ്. ഓക്കെ, അതാണ് ഫോഗ്. വെരി തിന്നായിട്ടുള്ള ഫോഗിനെയാണ് മിസ്റ്റ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നിലത്തോടൊപ്പം നിൽക്കുന്ന മഞ്ഞാണ് ഫോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ. ഡു യു സീ ഫോഗ് formation? Okay, take next page. Snow, മഞ്ഞ്. During very cold winter days, water vapor freezes to form ice crystals called snowflakes. Snowflakes are soft and light and care of different shapes and forms. വളരെ കോൾഡ് വിൻ്റർ ഡേയ്സിൽ, നല്ല തണുപ്പുള്ള ഡേയ്സിൽ വാട്ടർ വേപ്പർ ഫ്രീസസ് ടു ഫോം ഐസ് ക്രിസ്റ്റൽസ് കോൾഡ് സ്നോഫ്ലേക്സ്. ഈ വാട്ടർ വേപ്പർ തണുത്തുറഞ്ഞ് ഐസിൻ്റെ ക്രിസ്റ്റൽസായിട്ട്, ചെറിയ പൊടി ഐസുകളായിട്ട് മാറും. ഇതാണ് സ്നോഫ്ലേക്സ്. ഐസിൻ്റെ പൊടി, ഐസ് പൊടിച്ച പോലെ. ഓക്കെ, സ്നോഫ്ലേക്സ് ആർ സോഫ്റ്റ് ആൻഡ് ലൈറ്റ്. വളരെ സോഫ്റ്റും ലൈറ്റും ആയിരിക്കും സ്നോഫ്ലേക്സ്. ആൻഡ് ആർ ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് ഫോംസ്. ഈ ഐസ് സ്നോഫ്ലേക്സിന് ഡിഫറെൻറ്റ് ഷേപ്പും സൈസും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക, ഒരുപോലെ അല്ല. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ. ഡു യു സീ snowflakes below the plants? Okay, the next one, hail, ആലിപ്പഴം. Do you know hails? വേനൽ മഴയൊക്കെ പെയ്യുമ്പോൾ ആലിപ്പഴം ചാടില്ല, ഐസ് ബോൾസ് ചാടാറില്ലേ മഴയുടെ കൂടെ? ദാറ്റ്സ് ഹെയിൽസ്. Sometimes water vapor freezes to form small marble-sized pellets of ice. These pellets are not light and fall on hails. Okay, ചില സമയങ്ങളിൽ വാട്ടർ ഡ്രോപ്സ്, ഈ മുകളിലേക്ക് നീരാവിയായി പോയിരിക്കുന്ന ഈ വെള്ളത്തുള്ളികൾ ഒരു മാർബിൾ കഷ്ണം പോലെ ചെറിയ ഐസ് കട്ടകളായിട്ട് രൂപം കൊള്ളാറുണ്ട്. അത് മഴയോടൊപ്പം താഴോട്ട് പതിക്കാറുമുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള ഐസ് ബോൾസ് ഒന്നും ആയിരിക്കില്ല, കുറച്ച് കട്ടിയുള്ള ഐസ് കട്ടകൾ തന്നെയായിരിക്കും ഹെയിൽസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, വാട്ടർ പൊല്യൂഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ. വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം, പ്യൂരിഫിക്കേഷൻ, ജലശുദ്ധീകരണം. ഓക്കെ, we need clean water for our day-to-day activities. However, water becomes impure when unwanted substances such as mud and waste from households and factories mix with water. This is called water pollution. Some methods of water purifications are given below. We need clean water for our day-to-day activities. നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന്, ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്ങാണ് വാട്ടർ, ക്ലീൻ വാട്ടർ. ഓക്കെ, നമുക്ക് കുടിക്കാനും കുളിക്കാനും ഫുഡ് പാചകം ചെയ്യാനും വാഷിങ്ങിനും എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ക്ലീൻ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, however, water becomes impure when unwanted substances such as mud and waste from
ഫ്രം ഹൗസ് ഹോൾഡ്സ് ആൻഡ് ഫാക്ടറീസ് മിക്സ് വിത്ത് വാട്ടർ. എന്നാൽ നമ്മുടെ വീടുകളിൽ നിന്നും അതുപോലെ ഫാക്ടറികളിൽ നിന്നും ഒക്കെ ചെല്ലുന്ന അഴുക്കുകളും വേസ്റ്റുകളും ഒക്കെ ഇട്ട് നമ്മൾ ക്ലീൻ വാട്ടർ ഡേർട്ടി വാട്ടറാക്കി മാറ്റാറുണ്ട്. ഓക്കെ, ദിസ് ഈസ് കോസ്ഡ് വാട്ടർ പൊല്യൂഷൻ. ഇതിനെയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്, ജലമലിനീകരണം. വെള്ളത്തിൽ ചെളിയോ അല്ലെങ്കിൽ മറ്റ് അഴുക്കുകളോ വീട്ടിലുള്ള വേസ്റ്റുകൾ, പ്ലാസ്റ്റിക്കുകൾ, അതുപോലുള്ള വേസ്റ്റ്, ഫുഡിൻ്റെ വേസ്റ്റ്, അല്ലാത്ത വേസ്റ്റുകൾ, അതുപോലെ ഫാക്ടറികളിൽ നിന്നും വരുന്ന വേസ്റ്റ് വാട്ടർ, ഇതെല്ലാം ഈ നമ്മുടെ റിവർ, നദികളിലേക്കും നമ്മുടെ സോഴ്സ് ഓഫ് വാട്ടർ, നമുക്ക് ശുദ്ധജലം തരുന്ന എല്ലാ സോഴ്സിലേക്കും എത്തിപ്പെടാറുണ്ട്. ഇങ്ങനെ വെള്ളം മലിനമാകുന്നതിനെയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യൂസിങ് impure water can make us ill. Thus water needs to be purified. Some methods of water purification are given below. ഈ മലിനമായ വെള്ളം, അതല്ലേ പൊല്യൂട്ടഡ് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിന് വെള്ളം പ്യൂരിഫൈ ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ബോയിലിംഗ്. Boiling is the safest method of water purification. It kills germs that cause diseases. വെള്ളം തിളപ്പിക്കുക, ബോയിൽ ചെയ്യുക, തിളപ്പിക്കുക. തിളപ്പിച്ച വെള്ളത്തിൽ വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കും, പ്യൂരിഫൈഡ് ആയിരിക്കും. ജേംസിനെയൊക്കെ കൊല്ലാൻ സാധിക്കും. വെള്ളം തിളച്ച വെള്ളത്തിൽ ഒരു ജേംസിനും ജീവിക്കാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് വെള്ളം പ്യൂരിഫൈ ചെയ്യാം. ദ നെക്സ്റ്റ് വൺ, സെഡിമെൻറ്റേഷൻ ആൻഡ് ഡീകണ്ടേഷൻ ആർ പ്രോസസ് ഇൻ വിച്ച് ഇമ്പ്യൂരിറ്റീസ് ദാറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ ആർ സെപ്പറേറ്റഡ്. വാട്ടർ വിത്ത് ദ impurities is left undisturbed for some time. The insoluble impurities called sediment settle at the bottom and clean water collects at the top. The clean water is slowly poured into another container. Sedimentation and decantation. All of you take next page. Do you see one picture here? Page number 178. This picture, sedimentation and decantation പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗം. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ കിണറിൽ നിന്നും കോരുന്ന വേനൽക്കാലത്ത് കിണറിൽ വെള്ളം കുറവായിരിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കോരി കഴിയുമ്പം ആ വെള്ളത്തോടൊപ്പം കുറച്ച് എന്താ പറയുക, മണ്ണും കാണും അല്ലേ, ചെളി വെള്ളമായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ കോരിയ വെള്ളം ഒരു പാത്രത്തിനകത്ത് ഒഴിച്ചു വെക്കുക. നിറച്ചും ഒഴിച്ചു വെച്ചിട്ട് ആ പാത്രം അനക്കാതെ, ആ പാത്രത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ അനക്കാതെ മണിക്കൂറുകളോളം അത് വെക്കുക. വെച്ച് കഴിയുമ്പം ആ വെള്ളത്തിലുള്ള മഡെല്ലാം, ചെളിയെല്ലാം ഈ താഴെ അടിഞ്ഞ് കിടക്കും. മുകളിലുള്ള വെള്ളമെല്ലാം നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും. ഓക്കെ, ആ മെത്തേഡാണ് എന്താ പറയുക, സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? വെള്ളം ഊറാൻ വെക്കുക എന്ന് പറയില്ല, ഊറി വരിക. ചെളിയെല്ലാം, മണ്ണും ചെളിയൊക്കെ താഴെ ഊറി നിൽക്കും, വെള്ളം തെളിഞ്ഞ് വരികയും ചെയ്യും. അതാണ് സെഡിമെൻറ്റേഷൻ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഊറി വന്ന വെള്ളം നമ്മൾ ഈ പാത്രം അധികം ഷെയ്ക്ക് ചെയ്യാതെ ആ പാത്രത്തിലെ തെളിഞ്ഞ വെള്ളം, ശുദ്ധമായ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിനാണ് ഡീകണ്ടേഷൻ എന്ന് പറയുന്നത്. ഊറാൻ വെച്ച പാത്രത്തിലെ വെള്ളം അനക്കം തട്ടാതെ എടുത്തിട്ട് തെളിഞ്ഞ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് പതുക്കെ ഒഴിക്കുന്നത് ഡീകണ്ടേഷൻ. അങ്ങനെയും നമുക്ക്
എന്ത് ചെയ്യാൻ പറ്റും? വാട്ടർ പ്യൂരിഫൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദ നെക്സ്റ്റ് മെത്തേഡ് ഫിൽട്രേഷൻ. Filtration is a process in which impurities are separated using filter paper. The impurities settles on the filter paper and clean water collects below. ഓക്കെ. അപ്പം അരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് പ്യൂരിഫിക്കേഷൻ. ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് ഈ എന്താ പറയുക, മഡൊക്കെ ഉള്ള വെള്ളമല്ലേ, കലങ്ങിയ വെള്ളം, അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ക്ലീൻ വാട്ടർ മഡും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട്. ഫിൽറ്റർ പേപ്പറിൽ ഈ മഡെല്ലാം അടിഞ്ഞു നിൽക്കുകയും തെളിഞ്ഞ വെള്ളം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കാനും സാധിക്കും. നെക്സ്റ്റ് വൺ, ക്ലോറിനേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് വാട്ടർ ഈസ് ട്രീറ്റഡ് വിത്ത് കെമിക്കൽസ് സച്ച് ആസ് ക്ലോറിൻ. അപ്പം ക്ലോറിൻ എന്ന് പറയുന്ന കെമിക്കൽ, ക്ലോറിൻ പൗഡർ അല്ലേ, നമ്മുടെ കിണറുകളിലൊക്കെ ക്ലോറിൻ പൗഡർ ഇടാറില്ലേ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള മെത്തേഡ്, അത് ക്ലോറിൻ പൗഡർ വെള്ളത്തിൽ കലക്കി നമ്മുടെ കിണറിലോ അല്ലെങ്കിൽ മറ്റ് വെള്ളം എവിടെയാണ് വാട്ടർ സോഴ്സ് അവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ശുദ്ധിയാവും. ഓക്കെ. ദെൻ ടേക്ക് നെക്സ്റ്റ് പേജ്. Handling water. Water must be stored and handled properly. Vessels containing water must be cleaned and covered properly. These vessels used to take out water also must be clean. നമ്മൾ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് വെള്ളം നമ്മുടെ എല്ലാ ഡേ ടു ഡേ ലൈഫിൽ, ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ എപ്പോഴും നമുക്ക് വെള്ളം ആവശ്യമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം നല്ല രീതിയിൽ പാഴാക്കാതെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്ന വെള്ളം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അടച്ചു വെക്കണം. ഒരു പാത്രം കൊണ്ട് അടച്ച് വെച്ച് അതിനകത്തൊന്നും വന്ന് ചാടാതെ എപ്പോഴും വൃത്തിയായി അടച്ച് വെച്ചിരിക്കണം. അതുപോലെ വി മസ്റ്റ് നോട്ട് വേസ്റ്റ് വാട്ടർ. ടു അവോയ്ഡ് വാട്ടർ വേസ്റ്റേജ് വി മസ്റ്റ് ഫോളോ സർട്ടൻ റൂൾസ്. ഒരിക്കലും നമ്മൾ വെള്ളം പാഴാക്കി കളയാൻ, ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ആവശ്യമില്ലാതെ അനാവശ്യമായി പാഴാക്കി കളയാൻ പാടില്ല. അപ്പം നമ്മൾ ഫോളോ ചെയ്യേണ്ട സം റൂൾസ്. ടാപ്സ് മസ്റ്റ് ബി ക്ലോസ് വെൻ നോട്ട് ഇൻ യൂസ്. നമ്മൾ ടാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, വെള്ളത്തിൻ്റെ ടാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ ടാപ്പ് ക്ലോസ് ചെയ്യുക. അവിടെ ഓപ്പൺ ആക്കിയിട്ടിട്ട് വെള്ളം അങ്ങനെ ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ലീക്കേജിങ് ടാപ്സ് മസ്റ്റ് ബി റിപ്പയർ ഇമ്മീഡിയറ്റ്ലി. അതുപോലെ നമ്മുടെ വീടുകളിൽ ഒക്കെയുള്ള ടാപ്പുകൾ പൊട്ടിപ്പോവാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ടാപ്പ് അടച്ചു കഴിഞ്ഞാലും വെള്ളം ചെറിയ രീതിയിൽ വെള്ളം ഒഴുകി പോകുന്നത് ശ്രദ്ധിക്കാറുണ്ടല്ലേ. അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ടാപ്പ് ചേഞ്ച് ചെയ്യണം. ഓക്കെ. ദെൻ water used for washing fruits and vegetables can be used to water plants. നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന, കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം അത് വെറുതെ ഒഴുക്കി കളയരുത്. ആ വെള്ളം നമുക്ക് പ്ലാന്റ്സിനൊക്കെ കൊണ്ടൊഴിക്കാൻ പറ്റും. അപ്പോൾ ഒരേ ടൈമിൽ 2 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും വൃത്തിയായി കഴുകാം, അതേ വെള്ളം നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് വാട്ടർ സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ചിൽഡ്രൻ. Okay children, all of you take page number 176. Okay, are you ready for read this page? Okay. First one, rain. Water from seas, oceans, rivers and lakes evaporates due to the heat from the sun. As the water vapor rises up, it condenses and changes into tiny droplets of water. These droplets join to form clouds. More and more droplets collected in the clouds and join to from bigger
droplets. When these droplets becomes heavy, they falls as rain. The process of changing of water into water vapor and back to water is a continuous process in nature and takes place in a cyclic manner. This is called the water cycle. Dew. Sometimes on cooler nights, water vapor condenses on things on the ground such as flowers, leaves and vehicles parked in the open. These droplets of water are called dew. On very cold nights, dew freezes to becomes frost. Then fog. On winter mornings, water vapor in the atmosphere condenses very close to the ground. This forms a dense layer of cloud close to the surface of the earth. This is called fog. Very tiny fog is called mist. Next page. Snow. During very cold winter days, water vapor freezes to form ice crystals called snowflakes. Snowflakes are soft and light and are of different shapes and forms. Hails. Sometimes water drops freeze to form small marble-sized pellets of ice. These pellets are not light and fall on hails. Next one, water pollution and purification. We need clean water for our day-to-day activities. However, water becomes impure when unwanted substances such as mud and waste from households and factories mix with the water. This is called water pollution. Using impure water can make us ill. Thus, water needs to be purified. Some methods of water purification are given below. First one, boiling. Boiling is the safest method of water purification. It kills germs that cause diseases. Second one, sedimentation and decantation are process in which impurities that do not dissolve in water are separated. Water with the impurities is left undisturbed for some time. The insoluble impurities is called sediment. Settle at the bottom and clean water collects at the top. The clean water is slowly poured into another container. Filtration is a process in which impurities are separated using filter paper. The impurity settles on the filter paper and clean water collects below. Chlorination is the process in which water is treated with chemicals such as chlorine. Okay, all of you take next page. Handling water. Water must be stored and handled properly. Vessels containing water must be clean and covered properly. The vessel used to take out water also must be clean. We must not waste water to avoid water wastage. We must follow certain rules. First one, taps must be closed when not is used. Leaking taps must be repaired immediately. Water used for
washing fruits and vegetables can be used to water plants. Okay, children, this chapter is over. The exercise parts and question answers will send it to your WhatsApp groups. Okay, children, we will meet our next class.